വലിയ രീതിയിൽ ഇൻവോൾവ്? ഞാൻ ആ ഇരിങ്ങാലക്കുടയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മാത്രമല്ല ഇരിങ്ങാലക്കുടൊക്കെ ഞാൻ സിനിമ നടനായതുകൊണ്ട് കുറച്ച് ആൾക്കാർ ശ്രദ്ധിച്ചു അത് ആ പ്രളയത്തിന്റെ രക്ഷാപ്രവർത്തനത്തെ പോലും ഇത് ടൊവിനോയുടെ PR വർക്കാണെന്നുള്ള രീതിയിൽ വിദ്വേഷ പ്രചാരണം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ ടൊവിനോ സൂപ്പർമാന്റെ ഒരു ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന ആ ഒരു പിക്കും ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ഈ പടത്തിന്റെ പ്രൊഡക്ഷൻ സ്റ്റേജില് ആ വിധത്തിലുള്ള എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ക്രിയേറ്റീവ് സൈഡിൽ ചൂടായിട്ട് നടന്നിട്ടുണ്ട്? ഞാൻ ഒരു സത്യസന്ധമായിട്ടൊരു കാര്യം, നമ്മൾ ആ മഴയൊക്കെ പെയ്തുകൊണ്ടിരുന്ന സമയത്ത് മുന്നോട്ട് ഒരു 2 ആഴ്ച കൂടെ മഴ പെയ്ത് കഴിഞ്ഞാൽ കേരളം മൊത്തം മുങ്ങിപ്പോകും എന്നല്ലേ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. മഴ മാറുമെന്നും പ്രളയം മാറുമെന്നും നമ്മളൊക്കെ എത്ര പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് വരുമെന്ന് നമുക്ക് അറിയാമായിരുന്നു. ഇല്ല, എനിക്കും അറിയില്ല. അപ്പോ ചാവാൻ നിൽക്കുന്ന നേരത്ത് പിയറിനെ പറ്റി ചിന്തിക്കും, അതിന് മാത്രം ബുദ്ധിയൊന്നും അല്ലെങ്കിൽ അതിന് മാത്രം ദീർഘവീക്ഷണമൊന്നും എനിക്ക് ഇല്ല. അല്ല ഞാൻ പറയണെന്ന് വെച്ചാൽ അങ്ങനെ പറയുന്നവർക്ക് ഇപ്പൊ എന്തും ഇപ്പൊ ഞാൻ PR വർക്ക് ചെയ്യാനായിട്ട് പൈസ എന്ന ആരെങ്കിലും ഇങ്ങനെ കൈവക്കാൻ എനിക്കല്ലാതെ ഞാൻ എന്താ പറയാൻ പറ്റുക. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് ഞാൻ എന്റെ വീട്ടുകാർക്ക് ഭാര്യയോടൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഒന്ന് പച്ച പിടിച്ച് വരിക. അപ്പോഴത്തേക്ക് എങ്ങനെ ഇനി കുറച്ച് കാലത്തേക്ക് ഇൻഡസ്ട്രി ഉണ്ടാവുന്നൊന്നുമില്ല. സംസ്ഥാനം മുഴുവൻ വെള്ളത്തിന്റെ അടിയിലായി കഴിഞ്ഞാൽ സിനിമ ഷൂട്ടിംഗ് നടക്കില്ല, പിന്നെ ഷൂട്ടിംഗ് നടക്കില്ല, വീട് പോയിരിക്കുന്ന ആൾക്കാർ തിയേറ്ററിൽ വന്ന് സിനിമ കാണും. അങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും അവരവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഉണ്ടായിരുന്ന പോലത്തെ കൺസേൺസ് ആയിരുന്നു എനിക്കും ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇതിനേക്കാളൊക്കെ ഉപരി 2 ആഴ്ച കൂടെ മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും മുങ്ങിച്ചാവും, അത് എന്തൊരു മരണമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത് ആ സമയത്ത്. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ദീർഘവീക്ഷണമോ പ്ലാനിങ്ങോ ഒരാളല്ല ഞാൻ എന്നുള്ളത് ഇതിനകം തന്നെ എന്നെ അറിയാവുന്നവർക്കും നിങ്ങൾക്ക് എത്ര കാര്യങ്ങളിലേക്ക് കാണുന്നു. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ പല സമയത്തും എനിക്ക് ശരിയെന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത് മറ്റു പലർക്കും തെറ്റെന്ന് തോന്നുന്നു. അത് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റെന്ന് തോന്നുമായിരിക്കാം. പക്ഷെ അങ്ങനെ തോന്നിയിട്ട് നിങ്ങൾ എന്നെ വിമർശിച്ചാൽ ഓക്കെ ശരിയാണ്, അവർക്ക് തെറ്റെന്ന് തോന്നി, ഞാൻ ചെയ്തതിൽ അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ അതിനകത്തൊരു തെറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കി അതൊക്കെ ആ വിമർശനങ്ങളെല്ലാം ഞാൻ നെഞ്ചും വിരിച്ച് തന്നെ നേരിട്ടോളാം. എനിക്ക് അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. പക്ഷെ എന്നെ ഏറ്റവും സർപ്രൈസ്ഡ് ആക്കിയതും എന്നെ ഏറ്റവും വിഷമിപ്പിച്ചതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ എന്റെ അമ്മയാണ് എന്റെ പിള്ളേരാണ് സത്യം ഒരാൾക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല. ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കഴിവുകളുള്ള ഒരാളാണ്. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ വേറെ അന്റാർട്ടിക്കയിലൊന്നും പോയിട്ട് പ്രളയ സഹായം ചെയ്തിട്ടില്ല. എന്റെ ഇരിങ്ങാലക്കൂടെയല്ല, അത് ഞാൻ സിനിമ നടന്ന അല്ലെങ്കിൽ ചെയ്യുന്നതായിരുന്നു. ഞാൻ പണ്ട് തൊട്ടേ അവിടെ ജനിച്ച് വളർന്ന ആളല്ലേ. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ സിനിമയിലുള്ള ആൾക്കാർ ഞാൻ സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിച്ചത്. കാര്യം എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാരിലേക്ക് പല വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ആൾക്കാർ അവർക്ക് ക്യാമ്പിൽ പോയി താമസിക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ സുരക്ഷിതമല്ലാന്ന് ഇവരൊക്കെ എങ്ങനെ പറയണേ മഴ. അപ്പൊ നമുക്കറിയാം വെള്ളം പൊങ്ങുന്നതിന്റെ അനുസരിച്ച് വരും ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അവരെ ഓരോരുത്തരെയും ചെന്ന് നേരിട്ട് കൺവിൻസ് ചെയ്യുന്നതിനേക്കാൾ പലപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസ് വഴി, അത് ഞാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പലർക്കും മൊബൈൽ ഫോണിൽ കുത്തിയിരിക്കുന്ന നിങ്ങളൊക്കെ വാഴകളാണെന്ന് പറഞ്ഞവരല്ലേ കൺട്രോൾ റൂം ആയിട്ട് ആ സമയത്ത് വർക്ക് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ഒരു സമയമല്ലേ. അപ്പൊ അതുപോലെ എന്റെ കഴിവിന്റെ പരമാവധി ഞാനും ചെയ്തു, നിങ്ങൾ എല്ലാവരും ചെയ്തതുപോലെ. അത് ആരുടെ പെർസ്പെക്റ്റീവിലാണ് തെറ്റാവുന്നതെന്ന് എനിക്കറിയില്ല. അതിന്റെ പേരിൽ പിന്നീട് വിമർശിക്കപ്പെട്ടപ്പോ എനിക്ക് ഇത് നടന്ന സമയത്ത് എന്നെ പറ്റി വളരെ നല്ല കാര്യങ്ങളാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഒരു 1-2 മാസം കഴിഞ്ഞപ്പോ ഞാൻ ഒരു ഗുരുതകേടും കാണിച്ചിട്ടില്ലെന്ന് സത്യമായിട്ടും. നിങ്ങളൊന്നും ആലോചിച്ചു നോക്കും, പ്രളയം വന്നു കഴിഞ്ഞിട്ട് എന്നെ പ്രളയം സ്റ്റാർ എന്ന് വിളിക്കുന്ന സമയത്ത് ഞാൻ എന്താ കാണിച്ചിട്ടുള്ളത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സമയത്ത് അതിങ്ങനെ തമാശകളെന്ന് പറഞ്ഞു തമാശകൾ ഞാൻ എൻജോയ് ചെയ്യും. അത് മറ്റുള്ളവരെ പറ്റിയാണെങ്കിൽ എന്നെ പറ്റി അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഓട്ടോ ആ തമാശകൾ ശരിക്കും എന്നെ പറ്റി വളരെ ഒരു പരിധിവരെ ഞാൻ എൻജോയ് ചെയ്യും. പിന്നെ അതൊരു വ്യക്തിഹത്യയായി. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടെ എന്റെ കൂട്ടുകാരൻ എന്റെ അടുത്ത് പറഞ്ഞു, വേണം എന്നെ പറ്റി ആൾക്കാരൊക്കെ നല്ലത് പറഞ്ഞു, നീ വല്ല ഒളിവിലും പോകും അല്ലെങ്കിൽ നീ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടും. ഞാൻ സുഹൃത്തുക്കളുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഞാൻ ഒളിവിലെന്ന് വെച്ചാൽ എന്റെ പണി നോക്കി ഞാൻ വേറെ ഒരു പരിപാടിക്ക് ഒരു പ്രളയത്തിന്റെ എന്തെങ്കിലും സമ്മാനം കൊടുക്കുന്ന പരിപാടിക്കോ ആദരിക്കുന്ന പരിപാടിക്കോ എന്നെ കണ്ടിട്ടുണ്ടോ? പ്രളയം എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചാൽ ഞാൻ ആ ഭാഗത്ത് നിന്നിട്ടില്ല. ഈ പടത്തിൽ അഭിനയിക്കാനായിട്ട് വിളിച്ചപ്പോൾ ഞാൻ ആദ്യം എന്താ പറഞ്ഞു, ഇല്ലല്ലോ വെറുതെ നമ്മളെ അത് ഞാനിതിന് മുതലെടുത്താണെന്നൊക്കെ ഓൾറെഡി പറയാനുള്ള വിഷമമാണ്. ഞാനത് ഇല്ലെന്നാണ് ആദ്യം പറഞ്ഞു. പിന്നെ ഇതിന്റെ ടെക്നിക്കൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചത്. അപ്പൊ
എനിക്കറിയില്ല, 1-2 മാസം കഴിയുമ്പോൾ ആൾക്കാർ എല്ലാവരും ഞാൻ പറയില്ല, അല്ലെങ്കിൽ ആരാണെന്ന് എനിക്കറിയില്ല ശരിക്കും. ഒരു ഒരു ദിവസം പെട്ടെന്ന് എന്റെ സിനിമ മഴ പെയ്യും, ഞാൻ ഈ നാടിന് എന്തോ ആപത്താണ്, ഞാനൊരു ദുശ്ശകനമാണ്, മായാനദി ഇറങ്ങിയതുകൊണ്ടാണ് നദികൾ കവിഞ്ഞത്, തമാശകൾ ഞാൻ എൻജോയ് ചെയ്തു. പിന്നെ വളരെ സീരിയസ് ആയിട്ട് ആൾക്കാർ മറ്റേ ഈ ഡിവോഴ്സ് ഒക്കെ മതമായ പോലെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞിരിക്കും. ഇതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ടർഷൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത് കളയാൻ വരുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവണേ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നു. എനിക്ക് ഇപ്പോഴും അറിയില്ല എന്താണ് ഞാൻ അതിനുശേഷം അങ്ങനെ ഒരു ബാഡോമനാവാൻ വെറുക്കപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത തെറ്റാൻ എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ എനിക്ക് പരാതിയില്ല, പരിമില്ല. അതിനുശേഷം ഞാൻ എന്റെ സിനിമകളൊക്കെ ചെയ്ത് ഞാൻ ആ കാര്യങ്ങൾ ഞാൻ എന്നെ ആ സമയത്ത് ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു അത് പോട്ടെ, കഴിഞ്ഞു, വർഷങ്ങളായത് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് ചെയ്യാത്തവർക്ക് അതിനിടയിൽ ചെയ്യാൻ മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്ക് ഇല്ല സത്യം. അങ്ങനെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇത്രയും വ്യക്തി ആളെ മേജറിക്കാണ് ഏറ്റവും എന്തെങ്കിലും പട്ടാള സിനിമ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ പ്രളയത്തിന്റെ രക്ഷാപ്രവർത്തനത്തിൽ ഇൻവോൾവ് ആയ ഒരാൾക്ക് ഇതിന്റെ ക്രിയേറ്റീവ് പ്രോസസ്സിന്റെ ഇൻവോൾവ്മെന്റ് ഞാൻ ചോദിക്കാൻ വന്നത്. കേരളത്തിലെ ഇത് ബാധിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയുള്ള ഭൂരിപക്ഷം ആൾക്കാര് ഇതിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ ഒരാള് 2 ആളല്ല, ഭൂരിപക്ഷം ആൾക്കാരും സഹായം ആരും ചോദിക്കാതെ തന്നെ എന്തെങ്കിലും വേണോ, നിങ്ങൾ ഓക്കെ ആണോ, അപ്പൊ സേഫ് ആണോ എന്ന് കൂട്ടുകാരെ വിളിച്ച് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? അപ്പോ അതെല്ലാവരും ചെയ്തിട്ടുണ്ട്. എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ കണ്ട കുറെ കാര്യങ്ങളുണ്ട്, ജൂഡേട്ടനും കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ, പുള്ളിയുടെ കാറ് പോയി, വീട് വെള്ളം കയറി, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ഇതൊരു സിനിമയുടെ ഫോർമാറ്റിലേക്ക് ആക്കി നമ്മളൊരു പ്രളയം തുടങ്ങുന്നതിന് മുമ്പൊന്നും ആലോചിച്ച് നോക്കി. ഈ പ്രളയം രൂക്ഷമാവുന്നതിന് മുമ്പ് ഇതൊരു ഫൺ പരിപാടിയായിരുന്നു. ബോട്ടിൽ നീന്തുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പോയിന്റിലാണ് ഈ സാധനം ചെറിയ ട്വിസ്റ്റുകൾ മാറി, ഇത് ചെറിയ കോമഡി മാറി ട്രാജഡി പരിപാടിയിലേക്ക് പോയത്. അങ്ങനത്തെ ഒരു മൂടാണ് സിനിമയിൽ പോകുന്നത്. അങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ പ്രളയങ്ങൾ വെള്ളത്തിലുള്ള ആൾക്കാർ ഇതൊന്നും പറയും. അങ്ങനത്തെ ഒരു ഡോക്യുമെന്ററി സ്വഭാവമുള്ള സിനിമയല്ല, അതൊരു പ്രോപ്പർ സിനിമയുടെ സ്വഭാവമുള്ള സിനിമയാണ്. ഇതിനകത്ത് ഞാൻ എന്റെ എക്സ്പീരിയൻസസ് പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും പുള്ളി ഒരുപാട് പേരുടെ സംസാരത്തിന് റിസർച്ച് നടത്തിയിട്ടും ഓൾറെഡി ഒരു കലക്ടർ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കൊറോണ കൊണ്ട് 2 കൊല്ലം ബ്രേക്ക് കിട്ടുമ്പോൾ പിന്നെ പുള്ളി വീണ്ടും സ്ക്രിപ്റ്റ് തിരുത്തി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ കോൺട്രിബ്യൂഷൻ ഒക്കെ എന്ന് വെച്ചാൽ എന്റെ ജോലിയിൽ അപ്പുറത്ത് ഒന്നുമില്ല.